കൂപ്പുകരങ്ങളോടെ മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരുന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. രാജാതി രാജനായ കർത്താവ്, സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്നവനായ നമ്മുടെ ദൈവം, നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി കുരിശിൽ സ്വജീവൻ ബലിയായി നൽകിയ കർത്താവ് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന നിമിഷം. പ്രാർത്ഥനയോടും സ്നേഹത്തോടും ഈശോയെ നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലേക്കും ഈശോയെ ക്ഷണിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, പ്രതീക്ഷകളിലേക്ക്, ആകുലതകളിലേക്കെല്ലാം ഈശോയെ വിളിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. യേശുനാഥ വാവ സ്നേഹനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, വാവ യേശുനാഥ വാവ സ്നേഹനാഥ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ, ഓ സ്നേഹവുമേ, വാവ യേശുനാഥ വാവ സ്നേഹനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ വാവ സ്നേഹനാഥ. കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിക്കാം. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം കൊണ്ട് നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് മുൻകൂട്ടി നന്ദി പറഞ്ഞ് ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധനയിൽ കർത്താവിൻ്റെ നിത്യമായ സ്നേഹത്തിനും കർത്താവിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി ജീവിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ദൈവിക സംരക്ഷണമില്ലാത്ത അവസ്ഥകൾ.
ജോലി മേഖലകളിൽ, വരുമാന മാർഗങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതമായ ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഒരു ദൈവിക സംരക്ഷണമില്ലാത്ത അവസ്ഥകൾ. അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവിക സംരക്ഷണം ആഗ്രഹിക്കുന്നത്, ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച്. വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. വർഷങ്ങളായിട്ട് വിവാഹാലോചന തുടങ്ങിയിട്ട് ഒന്നും ശരിയാകാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടാകാം. എവിടെ ചെന്ന് തൊട്ടാലും പരാജയം, നഷ്ടം, തകർച്ച, അങ്ങനെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. ഒന്നും പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാകാം. കടബാധ്യതയിൽ നിന്നും ഒരു വിധത്തിലും പുറത്തു വരാൻ പറ്റാതെ ഞെരുങ്ങുന്നവരിതിനകത്തുണ്ടാകാം. അധ്വാനിച്ച് കിട്ടുന്നതൊക്കെ വചനം പറയുന്നത് പോലെ ഓട്ടസഞ്ചിയിലിടാൻ മാത്രം, അതെങ്ങോട്ട് പോകുന്നെന്നറിയത്തില്ല. അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്തേ. കുടുംബത്തിൽ അസമാധാനം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? ഭിന്നത നിലനിൽക്കുന്നുണ്ടോ? കലഹം, അസ്വസ്ഥതകൾ, ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥതകൾ, എപ്പോഴും കലഹം, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആണെങ്കിൽ അത് കർത്താവിന് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് നമ്മുടെ കുടുംബം, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഈ ആരാധനയിൽ പ്രത്യേകം ഹൃദയം തുറന്ന് വെച്ച് കർത്താവിൻ്റെ സ്വരം കേട്ട് ദൈവം വാഗ്ദാനം ചെയ്ത ദൈവിക സംരക്ഷണം ജീവിതത്തിൽ ഏറ്റെടുക്കണം. കാരണം നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളെങ്കിൽ അവകാശികളാണ്. അപ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്ത കാര്യമാണ് ദൈവിക സംരക്ഷണം തൻ്റെ മക്കൾക്കായിട്ട്. അപ്പോൾ നമ്മൾ കർത്താവിൽ സുരക്ഷിതരായി വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദൈവിക സംരക്ഷണം ഒരുപക്ഷെ ദൈവത്തിന് പിൻവലിക്കാൻ പറ്റും. നമ്മുടെ പാപം മൂലവും, നമ്മുടെ അഹങ്കാരം മൂലവും, നമ്മുടെ സ്വാർത്ഥത മൂലവും, ദൈവനിഷേധം മൂലമൊക്കെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ട് തകർത്ത് നമുക്ക് പുറത്തു പോകാനൊക്കെ പറ്റും. എന്തായാലും നമുക്ക് വേണ്ട ദൈവിക സംരക്ഷണമാണ്. നമ്മൾ സുരക്ഷിതരായിരിക്കണം. ഈ ഭൂമിയിൽ സുരക്ഷിതരായിരിക്കുവാൻ വചനം പറയുന്നതാണ് കർത്താവിൽ വസിക്കുന്നവരാകണം. 91 സങ്കീർത്തനം നമ്മളെല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ 91 അധ്യായം അതിൻ്റെ 9 തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണം. 91:9 വചനം പറയുന്നതാണ്: നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, അതുകൊണ്ട് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ശ്രദ്ധിച്ചേ, 2 മേഖലകളിലാണ് സംരക്ഷണം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിനക്ക് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോനെ, നിനക്ക് ഒരു തിന്മയും നിനക്കെതിരെ ഭവിക്കുകയില്ല. പിന്നെ ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല, കൂടാരത്തെ തൊടില്ല. ഇപ്പം നിനക്കും നീ വസിക്കുന്ന നിന്റെ കൂടാരത്തിനും വേണ്ട, ഭവനത്തിനും വേണ്ട സംരക്ഷണം കർത്താവ് തരും. എപ്പോൾ? അതാണ് 91:9 ആദ്യ ഭാഗങ്ങൾ പറയുന്നത്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് സംരക്ഷണം തരും. പിന്നെ ദൈവിക സംരക്ഷണമില്ലാത്ത അവസ്ഥകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആ വിഷയങ്ങളൊക്കെ കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കാന്നുള്ളതാണ്. ജോലി മേഖലയിലാണ് നിങ്ങൾക്ക് ദൈവിക സംരക്ഷണമില്ലേ, നീ കടന്നു പോകുന്ന ആ അവസ്ഥകളിൽ കർത്താവിൽ ആശ്രയിക്കുക. എന്നിട്ട് കർത്താവിൽ വാസമുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക. കർത്താവിൽ പൂർണ്ണമായി വാസമുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അബൈഡിങ് ഇൻ ഹിസ് ലവ്, അവൻ്റെ സ്നേഹത്തിൽ വാസമുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കും. അപ്പോൾ നമുക്കൊന്നിനെക്കുറിച്ച് അല്ലലില്ല, അസ്വസ്ഥതയില്ല, വിഷമവുമില്ല, സങ്കടവുമില്ല, പരാതിയില്ല, പരിഭവമില്ല. കാരണം എന്താ? തൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. ഒരപ്പനാണ്, അപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം തരും.
ഇത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആ വിശ്വാസത്തിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന ദൈവിക സംരക്ഷണം നമ്മൾ സ്വീകരിച്ചാൽ, പിന്നെ ഒരു തിന്മയും നമുക്കെതിരെ, നമ്മുടെ കൂടാരത്തിനെതിരെ ചലിക്കില്ല. ഒന്ന് വിശ്വസിച്ച മക്കളെ, ഈ നിമിഷം നിങ്ങളുടെ ഭവനത്തിൽ ആരൊക്കെയുണ്ട്? ഒരുപക്ഷെ ഈ ആരാധനയിൽ ഇപ്പോൾ നീ മാത്രമുള്ളായിരിക്കാം. കുടുംബാംഗങ്ങളൊക്കെ ഒരുപക്ഷെ ജോലി മേഖലകളിലാകാം, മറ്റിടങ്ങളിലാകാം, വിദേശത്താകാം, വിദൂരത്താകാം. പക്ഷെ നിൻ്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടാകും. പക്ഷെ നീ മാത്രമായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. കുഴപ്പമില്ല. ബാക്കി എല്ലാവരെയും ആത്മന ഈ ആരാധനയിൽ ചേർത്ത് വയ്ക്കുക. എല്ലാവരെയും ചേർത്ത് വയ്ക്കുക. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, വിദേശത്ത് വിദൂരത്തൊക്കെ ആയിരിക്കുന്നവർ, പഠിക്കാൻ പോയിരിക്കുന്നവർ, ജോലിക്ക് പോയിരിക്കുന്നവർ, എല്ലാവരെയും ചേർത്ത് വയ്ക്കുക. നിൻ്റെ ഭവനം, ഭവനത്തിൻ്റെ അന്തരീക്ഷം, നിൻ്റെ ഭവനത്തിൻ്റെ 4 അതിരുകൾ വിശ്വാസത്തിൽ നീ കാണുക. നിൻ്റെ ഭവനം ആയിരിക്കുന്ന പറമ്പിൻ്റെ 4 അതിർത്തികളെയും നീ കാണുക. എന്നിട്ട് കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് അവയെല്ലാം സമർപ്പിക്കുക. എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ കർത്താവ് എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ട സംരക്ഷണം ഇപ്പോൾ തരും. അങ്ങനെയോട് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്ന മേഖലകൾ, വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ട് കിടന്ന മേഖലകൾ, വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്ന അനർത്ഥങ്ങൾ, അപകട മരണങ്ങൾ, അകാല മരണങ്ങൾ, ദുർമരണങ്ങൾ പോലുള്ള അസ്വസ്ഥതകൾ, എല്ലാറ്റിൻ്റെ മേലും ദൈവിക സംരക്ഷണം വ്യാപരിക്കാൻ പോവാ. നീ വിശ്വസിച്ചേറ്റെടുക്കണം. നീ വിശ്വസിക്കണം. വിശ്വസിച്ചേറ്റെടുക്കുന്നവരുടെ ജീവിതത്തിലാണ് ഈ സംരക്ഷണം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവിൽ വാസം ഉറപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സംരക്ഷണം നമ്മുടെ ഭാഗമായിട്ട് മാറും. ജോബ് 1:10. ജോബിനും അവൻ്റെ വസ്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി. ഈ വേലി കെട്ടിനുള്ളിൽ നീ സുരക്ഷിതനാണ്. കർത്താവ് ഈ നിമിഷം, ഈ ആരാധന നിമിഷം, നമുക്ക് നമ്മുടെ ഭവനത്തിന് ചുറ്റും അവൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് വേലി കെട്ടാൻ പോവാം. ഇതുപോലൊരു സംരക്ഷണം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നിനക്ക് കിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് സംരക്ഷണം നൽകി. അത് വിശ്വസിക്കുക. അത് വിശ്വസിച്ച് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം വേണ്ടത്, ആ വിഷയങ്ങളെല്ലാം കർത്താവിന് കൊടുത്ത്, ആ മനസ്സിലേക്ക് വരുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, ആ ജീവിത പങ്കാളി, മക്കൾ, അവരെല്ലാം ഈശോയ്ക്ക് കൊടുത്ത്, ആ വിഷയങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ ദൈവിക ആ വിഷയങ്ങളെല്ലാം കൊടുത്ത് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തണമേ. ഈ ജീവിതങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തണമേ. രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, ചെളിഞ്ഞും ഒളിഞ്ഞുമുള്ള അന്ധകാര ശക്തിയുടെ സ്വാധീനങ്ങളിൽ നിന്നും, അവന്റെ വഞ്ചനകളിൽ നിന്നും കർത്താവേ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ചുറ്റും നീ വേലി കെട്ടി സംരക്ഷണം തരണമേ. ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവകകളുടെ മേൽ നിന്റെ സംരക്ഷണം തരണമേ. ഞങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ മേൽ കർത്താവേ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ യാത്രകളിലുടനീളം നീ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുമാന മാർഗങ്ങളുടെ മേൽ സംരക്ഷണം തരണമേ. ബിസിനസ് മേഖലകൾ സംരക്ഷിക്കപ്പെടട്ടെ. കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന.
അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ആമേൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്ന് കർത്താവോടേറ്റു ചൊല്ലിടും, ഞാൻ ഏറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. മക്കളെ, ഈ നിമിഷം കർത്താവിൻ്റെ സംരക്ഷണം കർത്താവ് നമുക്കായി ഒരുക്കുന്ന നിമിഷമാണ്. ഏതാനും മേഖലകളിൽ കൂടി കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സ് കർത്താവിന് കൊടുത്തേ. ഈ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലുള്ള സംരക്ഷണത്തെ അവൻ നശിപ്പിച്ചു കളയും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൽ വസിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ദൈവിക ചിന്തകൾ എടുക്കാൻ പറ്റണില്ല. മനസ്സുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചും ആലോചിച്ചും ആകുലപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടാകാം. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടാകാം. നിരാശകൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ടാകാം. ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും അടിമപ്പെട്ടു പോയവരുണ്ടാകാം. കർത്താവേ, എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രത്യാശയില്ലാത്ത ചിന്തകളാൽ നയിക്കപ്പെടുന്നവർ, ഭരിക്കപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തകൾ നിരന്തരം വേട്ടയാടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. കർത്താവേ, ഇനി രക്ഷയില്ല എന്നുള്ള ചിന്തകൾ മനസ്സിലിങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നിരന്തരം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നീ ഇനി രക്ഷപ്പെടില്ല, ഇനി നന്നാകില്ല, നിന്റെ ജീവിതം പാഴായിപ്പോയി, നീ എന്താ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന, സ്വയം പരിതപിക്കുന്ന ആ സ്വരം നിരന്തരം കേട്ടുകൊണ്ട് മനസ്സ് തളർന്നിരിക്കുന്ന മക്കളുണ്ടാകാം. കർത്താവേ, ഈ മക്കളുടെ മനസ്സിൻ്റെ ബലം തകർത്തിക്കളഞ്ഞ, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അടിക്കുന്നു. കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് ഈ മക്കളുടെ മനസ്സിനെ, ഇവിടെ ചിന്തകളെ എല്ലാം സമർപ്പിക്കുന്നു. ദൈവീക സംരക്ഷണം ഇവിടെ ചിന്തകൾക്കുണ്ടാകട്ടെ. നന്മയായിട്ടുള്ളത് ചിന്തിക്കാൻ, വിശുദ്ധമായിട്ടുള്ളത് ചിന്തിക്കാൻ, ദൈവീകമായിട്ടുള്ളത് ചിന്തിക്കാൻ കർത്താവെ ഇവിടെ മനസ്സിനെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വീടന്റെ കെണിയിൽ നിന്നും യേശുവേ, മാരകമാരിയിൽ നിന്നും, ആമേൻ. വീടന്റെ കെണിയിൽ നിന്നും, ഈശോ, മാരകമാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കും, തൂവൽ കൊണ്ടു മറയ്ക്കും, ചിറകിൻ കീഴിൽ നിനക്കഭയമേകും, വിശ്വസ്തത കൊണ്ടു നിന്നെ കവചമണിയിക്കും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ഈ നിമിഷം മക്കളെ, പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മാവിനെ പിശാച് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനകളിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതുണ്ട്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഈശോ തൻ്റെ പരിശുദ്ധ രക്തം, ആ രക്തം കൊണ്ട് നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണത്തിൽ നിന്നും പിശാച് അവൻ്റെ വഞ്ചനകൾ കൊണ്ട് നമ്മളെ പുറത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ, ആ സംരക്ഷണം പുറത്തു പോകാൻ നമ്മോട് ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിഷയങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണം തിരിച്ചു പിടിക്കാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ച് നടക്കുക എന്നുള്ളതാണ് തീരുമാനമായിട്ട് മാറേണ്ടത്. പറുദീസായ്ക്കുള്ളിലായിരുന്ന
ആദ്യ മാതാപിതാക്കള് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ്, അവൻ്റെ സംരക്ഷണം അനുഭവിച്ചവരാണ്, അവൻ്റെ കരുതലും സായാഹ്നത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്. പക്ഷേ പിശാചിൻ്റെ വഞ്ചന നിമിത്തം മരണം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആത്മീയ മരണം സംഭവിച്ചു. പിശാച് വഞ്ചിച്ചു. ആ ദൈവിക സംരക്ഷണത്തിൽ ആത്മാവിൽ ദൈവാത്മാവിനോടുണ്ടായിരുന്ന ഐക്യം നശിപ്പിച്ചു കളഞ്ഞു. കർത്താവേ, ഈ മക്കളെ ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ആത്മാവിൻ്റെ മേൽ നീ ഏർപ്പെടുത്തിയ നിന്റെ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണ ആ കവചത്തിൽ നിന്നും ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടോ, ഞങ്ങളുടെ അനുസരണക്കേട് കൊണ്ടോ, ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടോ, ഞങ്ങളുടെ ദൈവനിഷേധം കൊണ്ടോ, അവിശ്വാസം കൊണ്ടോ ഒക്കെ പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംരക്ഷണമില്ലാത്ത പറുദീസായിക്ക് പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ, കർത്താവെ, തിരിച്ചു നടക്കാൻ, നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാൻ, നിന്നിൽ ആശ്രയിക്കാൻ, നിന്നിൽ വസിക്കാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല, ഞങ്ങളുടെ മനസ്സിന് മാത്രമല്ല, ഞങ്ങളുടെ ആത്മാവിൻ്റെ മേലുള്ള ആ ദൈവിക സംരക്ഷണം ഊട്ടിയുറപ്പിക്കാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക സംരക്ഷണം കർത്താവെ അനുദപിച്ച് തിരിച്ചു വന്ന് സ്വന്തമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പാപം മൂലം തകർത്ത് കളഞ്ഞ ആ ദൈവിക സംരക്ഷണത്തെ കർത്താവെ പുനഃസ്ഥാപിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹത്തെ മെതിച്ചിടിലും ഈശോയേ, സർപ്പത്തെ മെതിച്ചിടിലും, ആമേൻ. സിംഹത്തെ ചവിട്ടിടിലും, ഈശോയേ, സർപ്പത്തെ മെതിച്ചിടിലും, ആമേൻ. സ്നേഹത്തിൽ നീ എന്നോടൊട്ടി നിന്നാൽ ഞാൻ നിന്നെ എന്നും സംരക്ഷിക്കും. എൻ്റെ നാമത്താൽ നീ രക്ഷ നേടും. ഈശോ, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്ന് കർത്താവോടേറ്റു ചൊല്ലിടും, ഞാൻ ഏറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈശോയെ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുക. ആ നാമം ഈ ലോകത്തിൽ നിനക്ക് സംരക്ഷണം തരാൻ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗം നൽകിയ ഏക നാമമാണ്. ആ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റു ചൊല്ലുക. അതിനുശേഷം നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന സമയമാണ്. അതിനുമുമ്പ് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളിപ്പോൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിയേക ദൈവമേ, ത്രിയേക ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ ഛായയിലും നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങളെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, പിശാചിന്റെ പിശാചിന്റെ വഞ്ചന നിമിത്തം വഞ്ചന നിമിത്തം ഞങ്ങളുടെ
ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അസമാധാനത്തിൽ നിന്നും നീ ഞങ്ങളെ വീണ്ടെടുക്കണമേ. പിശാച് തന്റെ തീരുമാനം കൊണ്ട് വികൃതമാക്കിയ ഞങ്ങളുടെ മേലുള്ള ദൈവീക ഛായയെ സാദൃശ്യത്തെ തിരിച്ചു പിടിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ ഞങ്ങളെയും ഞങ്ങൾ വസിക്കുന്ന ഭവനങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വിദേശത്തും വിദൂരത്തുമായി ജോലിയിലും പഠനത്തിലും ആയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ മുദ്ര ചെയ്യുന്നു. പിശാചിനെയും അവന്റെ അധികാരങ്ങളെയും അവന്റെ അവകാശങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ പൂർണ്ണമായും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ തിന്മയുടെ സർവ്വസ്വാധീനങ്ങളോടും ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഈശോയുടെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നതാണ്. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയും ഇവരുടെ മേലും കുടുംബത്തിൻ്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും ഇവരാഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒട്ടുമേലായിരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾക്ക് സംരക്ഷണം തരുന്ന ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയും പുകഴ്ചയും